ഇപ്പോൾ പി വി അൻവർ വഴങ്ങുന്നില്ല, അദ്ദേഹത്തിന് അസോസിയേറ്റ് ആയാൽ പോരാ എന്നുള്ളതാണ് പാളുന്നു. അദ്ദേഹം നാളെ രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു എന്നുള്ള വിവരമാണ്. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, കേൾക്കാമോ? ഇപ്പോൾ UDF 2 മണിക്കൂറോളം എടുത്ത് നടത്തിയ ചർച്ച, ആ ചർച്ചയിലെടുത്ത തീരുമാനം അസോസിയേറ്റ് അംഗമാക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാനുള്ള തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അഷ്കർ, അൻവർ മത്സരിക്കും എന്നുറപ്പിക്കുകയാണോ? അപ്പോൾ അസോസിയേറ്റ് അംഗമാക്കണം എന്നാണല്ലോ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പോരാ എന്ന നിലപാടിലെത്തുകയാണോ? അഷ്കർ, കേൾക്കാമെങ്കിൽ സമവായത്തോട് അടുക്കുന്നില്ല അൻവർ എന്നാണോ അറിയാനാകുന്നത്? ഈ UDF യോഗശേഷം എന്താണ് അൻവർ പറയുന്നത്? അഷ്കർ, സ്മൃതി, നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് UDF നേതൃത്വം വ്യക്തമാക്കുന്നത് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി പി വി അൻവറിനെയും തൃണമൂലിനെയും UDFന് മുന്നണി പ്രവേശനം നൽകാമെന്നുള്ളതാണ്. പക്ഷേ ആ നിലപാടാണെങ്കിൽ അത് അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത്. അഥവാ സമവായ ശ്രമമായി ഇന്ന് നടത്തിയിരുന്ന ചർച്ചകളും അത് സമവായമാകാതെ പോകുന്നു, ഇല്ലെങ്കിൽ തർക്ക പരിഹാരത്തിനുള്ള ചർച്ചകളും പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. അറിയിച്ചോ? നിലവിൽ ഔദ്യോഗികമായി UDF നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. പക്ഷേ അത്തരമൊരു നിലപാട് തന്നെയാണ് പി വി അൻവർ പങ്കുവെക്കുന്നത്. അത് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പ്രവർത്തക സമിതി ശേഷം മീഡിയയെ കണ്ടപ്പോഴുമൊക്കെ തന്നെ പി വി അൻവർ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള UDF തീരുമാനമാണെങ്കിൽ അത് അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെ തൃണമൂലിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലും എടുത്ത തീരുമാനമാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പി വി അൻവർ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും അനൗദ്യോഗികമായി പി വി അൻവർ അക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള UDFൻ്റെ വാഗ്ദാനം അംഗീകരിക്കാനാകില്ല. ഏതെങ്കിലും തരത്തിൽ UDFന്റെ മുന്നണി പ്രവേശനം നടക്കുകയാണെങ്കിൽ അത് പൂർണ്ണാർത്ഥത്തിലുള്ളൊരു ഘടകകക്ഷി ആയിരിക്കണം. അത് പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ തലങ്ങളിലൊക്കെയുള്ള മുസ്ലിം ലീഗിനെ പോലെ അല്ലെങ്കിൽ മറ്റ് കീഴ്ഘടകങ്ങളെ പോലെ UDFിലെ എല്ലാ ഘടകകക്ഷികളെയും പോലെ സമാനമായി തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ഘടകകക്ഷിയാക്കണം. അതല്ലാതെ പുറത്തു നിന്നുള്ള പിന്തുണ അല്ലെങ്കിൽ സഹകരിക്കുന്ന പിന്തുണ അത്തരം തീരുമാനങ്ങളിലേക്കൊന്നും അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പി വി അൻവർ എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്ന പ്രതീക്ഷിച്ചിരുന്ന തർക്കങ്ങളിലുള്ള പ്രതിസന്ധി ആയുമോ എന്നുള്ള നീക്കങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, മത്സരിക്കാനുള്ള നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പി വി അൻവർ ആരംഭിച്ചിരുന്നു. ഇന്നലെ അടക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം മത്സരിക്കാനുള്ള തീരുമാനം പി വി അൻവർ എടുക്കുകയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ മത്സരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലും നീക്കത്തിലും തന്നെയാണ് പി വി അൻവറും ക്യാമ്പും ഉള്ളത്. സ്വാഭാവികമായും നാളെ രാവിലെ 9 മണിയോട് തന്നെ പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്ന വിഷയം തന്നെയാണോ? അതിനപ്പുറമുള്ള ചില ഡിമാൻഡുകൾ മുന്നോട്ട് വച്ചിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. അത് ഇന്നത്തെ UDF ഏകോപന സമിതി ചർച്ച ചെയ്തിട്ടില്ല എന്നതാണോ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? സ്മൃതി, അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ളതിൽ തന്നെയാണ് ഇപ്പോൾ തർക്കത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അഥവാ കഴിഞ്ഞ UDF യോഗത്തിൽ തന്നെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാൻ പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെയും അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാൻ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ VD സതീശനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഒരു തവണ ഈ മാസം 15-ാം തീയതി പ്രതിപക്ഷ നേതാവ് പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുകയും 2 ദിവസത്തിനകം അസോസിയേറ്റ് ഘടകകക്ഷിയായി പ്രഖ്യാപിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് പ്രതിപക്ഷ നേതാവ് മനഃപൂർവ്വം അത് പ്രഖ്യാപനം നടത്താതെ വഞ്ചിച്ചു എന്നുള്ളൊരു നിലപാടാണ് തൃണമൂൽ കോൺഗ്രസിലും പി വി അൻവറും ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലെ വിവാദമായ സാഹചര്യത്തിലും അതുപോലെ തന്നെ മത്സരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സാഹചര്യത്തിലും ഇനി അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള പദവിയിലേക്ക് അതിനുവേണ്ടി വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഒന്നുകിൽ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഘടകകക്ഷിയാക്കുക, അതല്ല എങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അത് പി വി അൻവർ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ളതാണ്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് തീരുമാനമെടുത്തിരുന്നു. ഇന്ന് ചേർന്ന സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ആ കാര്യങ്ങൾക്ക് ഇതൊക്കെയാണ് അൻവറിന്റെ പാർട്ടിയിൽ നടക്കുന്നത്. അഷ്കർ, ശരി, മത്സരിക്കാനുള്ള തീരുമാനമായി പി വി അൻവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയ ഒരു പകലിന്റെ ഇളവ് അത് അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ മത്സര തീരുമാനമാണോ പി വി അറിയിക്കുക? അതിലപ്പുറം നേതാക്കൾക്കെതിരെ വീണ്ടും പ്രതികരിക്കുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ് നിലമ്പൂരിൽ എന്നുള്ളതാണ്. പി വി അൻവർ അസോസിയേറ്റ് അംഗം എന്നുള്ള സമവായ നീക്കത്തെ തള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത്.